നമസ്കാരം. യുവർ മണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ കെ വി ഷംസുദ്ദീനാണ്. അദ്ദേഹം പ്രവാസി ബന്ധു ഇതിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ബർജിൽ ജിയോജിത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? ഞങ്ങളുടെ ബർജിൽ ജിയോജിത്ത് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 13-ാം തീയതി ക്ലോസ് ചെയ്യുകയാണ്. വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ തന്നെ കുറേ പേര് ഇവിടെ വിളിച്ചിരുന്നു. അതെ, നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്ന ഒരു കമ്പനി ഇവിടെ ഇന്ത്യൻ ഫണ്ട് ഇതുപോലെ $US നമുക്ക് പ്രൈവറ്റ് ഫണ്ട് UAE ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. മാത്രമല്ല ഇതിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് UAE അടിസ്ഥാനമായിട്ടുള്ള ഫണ്ടാണ്. അത് പ്രധാനപ്പെട്ട എസ്ക രജിസ്ട്രേഷനോട് അപ്രൂവലോട് കൂടിയിട്ടുള്ള ഫണ്ട്. രണ്ടാമത് ഇത് ഡോളർ ഡിനോമിനേഷനുള്ള ഫണ്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് ഇപ്പം സാധാരണ രീതിയിൽ? അപ്പോൾ എനിക്ക് ഫണ്ടിനെ പറ്റി അറിയാം, ഞാനും അത് ഇതിൻ്റെ ഭാഗമായ ആളാണ്. അപ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടുള്ള സംശയം, എനിക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് നാട്ടിൽ അക്കൗണ്ട്, എനിക്കിവിടെ ദർഹത്തിലാണ് അക്കൗണ്ട്, അപ്പം അങ്ങ് $US ക്യാഷ് വേണോ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ആദ്യം തന്നെ ആ സംശയം? എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടുകളെല്ലാം 10 ഫണ്ടുകളുടെ ഒരു അംബ്രല ഫണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ലക്സംബർഗ്, ഡുബ്ലിൻ, ഇവിടെ യൂറോപ്യൻ യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറാണ്. അതുകൊണ്ട് അത് ഡോളറിലാണ് ഉള്ളത്. ആ ഡോളറിലുള്ള ധാരാളം ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളൊക്കെ തന്നെ DFC വഴിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിന് മിനിമം $500,000 ഒക്കെയാണ് മിനിമം വേണ്ടി വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. അതേ സമയത്ത് നമ്മൾ മനഃപൂർവ്വം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി $5,000 മിനിമം വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. മാത്രമല്ല, ഈ 10 ഫണ്ടുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമുന്നതരായിട്ടുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫണ്ട് മാനേജർമാർ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റിലയൻസ്, പിന്നീട് നിപ്പോണായി, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഫണ്ട് തന്നെ തുടങ്ങിയിട്ട്, അത് ആര്യഭട്ട എന്നുള്ളൊരു ഫണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അത്രയും ഉന്നത റെപ്യൂട്ടേഷൻ നിൽക്കുന്ന പേരുള്ള ഒരു വ്യക്തിയാണ്. അതുപോലുള്ള ആളുകളാണ് എല്ലാം തന്നെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിവിലേക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ഒരു സാർ അതിനെപ്പറ്റി ഒന്നുകൂടി പറഞ്ഞേരെ, എന്താണ് നമ്മുടെ ഈ ഫണ്ട്, എന്നാണ് ഇതിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ് എന്താണ്? ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് $5,000 അത് ഇപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചേരുന്നുണ്ട്, എനിക്കെന്ത് കിട്ടുമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം പ്രേക്ഷകർക്ക്. അത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലെ ഈ ഫണ്ടുകളുടെ ഒക്കെ തന്നെ 5 വർഷത്തെ റിട്ടേൺ എത്ര, 3 വർഷത്തെ റിട്ടേൺ എത്ര, 1 ഇയർ റിട്ടേൺ എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഫണ്ടുകളും തന്നെ ഇൻഡെക്സിനേക്കാൾ കൂടുതൽ റിട്ടേണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ ഈ റിട്ടേൺ കൊണ്ട് നമുക്ക് ഇൻഫ്ലേഷനെയും ഇൻട്രസ്റ്റിനെയും ഒക്കെ നമുക്ക് കവർ ചെയ്യും. പക്ഷേ ഇതിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അത് അതിൻ്റെ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത്രയും കിട്ടും എന്ന് ഗ്യാരണ്ടി ആയിട്ടൊരു വേർഡ് ഉപയോഗിക്കാൻ, ഗ്യാരണ്ടി എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ എല്ലാ നിക്ഷേപകർക്കും അറിയുന്ന കാര്യമാണ്. കാരണം എപ്പോഴും പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് എ ഇൻഡിക്കേഷൻ ഓഫ് ദ ഫ്യൂച്ചർ പെർഫോമൻസ് എന്ന് ഞങ്ങൾ പറയണം. ഓക്കെ, അങ്ങനെ പറയണം. കാരണം അത് അല്ലാതെ ഒരു വാഗ്ദാനം ചെയ്യാൻ പാടില്ല, അത് നിയമമാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം, അവരത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫണ്ടിൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, 10 ഫണ്ടുകൾ, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടേഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന 10 ഫണ്ട് മാനേജേഴ്സിൻ്റെ ഫണ്ടുകൾ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഇവിടുന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ആ 10 ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത്. ഇതാരാണ് ആ ചൂസ് ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അതുകൂടാതെ തന്നെ ഓരോ ഫണ്ടിൻ്റെയും ഫാക്ട് ഷീറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഫാക്ട് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഓരോന്നിനും QR കോഡുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ കംപ്ലീറ്റ് അബ്സല്യൂട്ട് ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോ നിക്ഷേപകരും ഞങ്ങൾക്ക് ഇന്നതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തു വരുന്നത്. അങ്ങനെ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് സംസാരിച്ച 50 വർഷത്തെ ഒരു UAE-യിലുള്ള ഒരാളാണ് അങ്ങ് ഇവിടെ ഈ ഷെയർ മാർക്കറ്റും ഇന്ത്യൻ ഷെയർ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക്
എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ള അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ കണ്ടത് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ഇവിടെ തന്നെ വന്ന് താങ്ക്സ് പറയുന്നതും കെട്ടിപ്പിടിക്കുന്നതും, എൻ്റെ മക്കളുടെ കല്യാണം നടത്താൻ പറ്റി അങ്ങയുടെ അഡ്വൈസ് കാരണം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നടത്താൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റി. ഇവിടെ നമുക്ക് വലിയ സർട്ടനിറ്റി ഒന്നും ഇല്ലാത്ത ജോലിയാണ്, അൺസർട്ടനിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിൽ പോയിട്ട് സുഖമായി ജീവിക്കുന്നുവെന്ന് തിരിച്ചു വന്ന് പറയുന്ന എൻ്റെ കസിൻ ഉൾപ്പെടെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 50 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നമ്മളോട് പറയുകയാണ്, അതാ ഞങ്ങളൊരു ഫണ്ട്, അത് പുറത്തുനിന്നൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ $500,000 ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം ചോദിക്കുന്ന സ്ഥലത്ത് $5,000 ഏത് മലയാളിക്കും ഞങ്ങളുടെ ഏത് പ്രേക്ഷകർക്കും അങ്ങേ സമീപിച്ചാൽ ഈ ഫണ്ടിൽ ഭാഗവാക്കാകാം. നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗ്യാരണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിന്? ക്യാപിറ്റൽ ഗ്യാരണ്ടി ഒരു ഫണ്ടിനും ചെയ്യാൻ പാടില്ല, ഒരു ഫണ്ടിനും പറയാൻ പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ഓക്കെ. കാരണം അത് വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ ബ്രോക്കർമാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആളുകളെ. ഞങ്ങൾ മാസത്തിൽ 30% തരും എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു സ്റ്റോറി. അതും നമ്മളായിട്ടൊരു ബന്ധമില്ല. നമുക്കൊന്നും അങ്ങനെ ഒരു വാഗ്ദാനവും കൊടുക്കാം. അത് പൈസ കൊടുത്ത് പലർക്കും ഓർമ്മയുണ്ടാവുകയുള്ളൂ. അതെ. അവസാനം ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അങ്ങോട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒരു US ബേസ്ഡ് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് എനിക്ക് ഇൻഫർമേഷൻ സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ട്. ഒരു കമ്പനിയുടെ പേരാണ്, ഹി ഹാസ് ലോസ്റ്റ് സം മണി. അപ്പോൾ അത് സ്പാം ആണോ കറക്റ്റ് ആണോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാർവത്രികമായിരിക്കുന്ന കാലത്ത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇന്ത്യയിലും നടക്കുന്നുണ്ട്, എൻ്റെ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട്. 50 വർഷത്തെ ബർജീലിൻ്റെ പാരമ്പര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ ബർജീലിൻ്റെ ഒരു ഹിസ്റ്ററിയും, ജിയോജിത്തിൻ്റെ നാട്ടിൽ എത്ര? ജിയോജിത്ത് 1994 അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. 79 കേരളത്തിൽ കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയത്. അപ്പോൾ കേരളീയർ ഈ സ്പെക്കുലേഷനിൽ വലിയ താല്പര്യമുള്ളവരാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നപ്പോൾ അവിടെ നടന്നത് മുഴുവൻ സ്പെക്കുലേഷനായിരുന്നു. ആ സ്പെക്കുലേഷൻ വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചു, ഒരു വിശ്വസ്തമായിട്ടുള്ളൊരു ബ്രോക്കിംഗ് കമ്പനി ഉണ്ടായിരിക്കണം, അതിൽ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷനും വേണമെന്നുള്ള നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരു സ്റ്റഡി നടത്തിയവർ. അങ്ങനെ ജിയോജിത്ത് ആൻഡ് കമ്പനിയെ സെലക്ട് ചെയ്തു. ജിയോജിത്ത് മിസ്റ്റർ CJ ജോർജ് ആൻഡ് അജിത്ത് എന്ന് പറയുന്ന ഒരു ബംഗാളിയും കൂടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അജിത്ത് പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു, ഞാൻ ഒരു കറൻസി ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യണമെന്നോട്ട് അദ്ദേഹം മാറി നിന്നു. കേരള ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായി, തീരുമാനിച്ചു. KSIDC ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ സമയത്ത് മിസ്റ്റർ CJ ജോർജ് എന്നെ ബന്ധപ്പെട്ടു, എന്നോട് അന്വേഷിച്ചു. ഞങ്ങൾ UAE അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിജ്ഞാനമുള്ള അത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത ഒരാളെ അന്വേഷിച്ച് നടക്കാൻ അങ്ങനെ കണ്ടെത്തിയത് താങ്കളെയാണ്. ഞങ്ങളുടെ ഈ പുതിയ IPO വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ബോർഡിൽ അംഗമായി തീരുകയും ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ, ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 95 മുതൽ 2002 വരെ ജിയോജിത്തിൻ്റെ ബോർഡിൽ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഹൗസ് UAE തുടങ്ങുക എന്നുള്ളത്. അതിന് 3 അറ്റംപ്റ്റ് നടത്തി വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമായിട്ട് അതൊന്നും വർക്കൗട്ടായില്ല. അവസാനം റൂളിംഗ് ഫാമിലി മെമ്പറായിട്ടുള്ള ഷെയ്ഖ് സുൽത്താൻ ബിൻ സൗദ് അൽ കാസ്മി എന്ന് പറയുന്ന അന്ന് ജസ്റ്റ് 24 വയസ്സുള്ള ഒരാളെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് ആ ഫാമിലിയുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ലൈസൻസ്, അതിൻ്റെ പേര് അൽ സൗദ് സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ് എന്നായിരുന്നു പേര്, അതിൻ്റെ പേര് ബർജീൽ എന്നാക്കി മാറ്റുകയും പിന്നീട് ബർജീൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് എന്നാക്കി മാറ്റുകയും ചെയ്തു. അതാണ് 95 മുതലുള്ള എക്സ്പീരിയൻസ്. 2001 മുതൽ, അതായത് 25 വർഷത്തെ, ഇപ്പോൾ 25 ഇയേഴ്സിൻ്റെ സിൽവർ ജൂബിലി ഇയർ ആണ് ഈ വർഷം.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയാം. ഇതേപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഫണ്ടിനെ പറ്റി $5,000 ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി കിട്ടാനായിട്ടുള്ള ക്രമീകരണത്തെപ്പറ്റി അറിയാനുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് ജിയോജിത്തിൽ ശ്രീ കെ.വി. ഷംസുദ്ദീനെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. അങ്ങ് തുടർന്നോളൂ. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. ഡോളറിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ സാധാരണ ഇന്ത്യയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി വീക്കായി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ബാധിക്കുന്നുണ്ട്. അതെ. പക്ഷേ ഡോളറിലാവുമ്പോൾ അത് സംഭവിക്കാൻ അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നു. ഓക്കെ. ഈ ഫണ്ട് അവിടെ പോകുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡോളറിൽ തന്നെയാണ്. ഓക്കെ. ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. US ഡോളറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്ക് ഏത് കറൻസിക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ അത്തരം റിസ്ക് ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഈയിടെ സംഭവിച്ചത്, ഒറ്റ ദിവസം ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ ദിവസം കണ്ട് ക്യാഷ് മുഴുവൻ അടിച്ചു പോയ സംഭവം പോയ പലർക്കും 500 പോയിന്റ് ഒരു ദിവസം താഴെ പോയി. ഒരു ദിവസം വെള്ളിയുടെ കാര്യത്തിൽ ഗോൾഡ് ഇത്രയും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ പെർസെൻറ്റേജ് കൂടുതലാണ് വെള്ളി ഗ്രോ ചെയ്തിരുന്നത്. പക്ഷേ ഇത് ആരും നോട്ട് ചെയ്തിട്ടേ ഇല്ല. സാധാരണ ഇതിൽ ചെയ്യുന്ന ആളുകൾ വെള്ളിയുടെ കാര്യം സ്പർശിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരേ സമയത്ത് വെള്ളിയും ഗോൾഡും മുന്നോട്ട് പോകുമ്പോൾ വെള്ളി കൂടുതൽ പോയിരുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കി. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ, അത് അങ്ങയുടെ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പേടിക്കത്തക്ക രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെന്ന് തന്നെയല്ല, ഇന്ത്യൻ മാർക്കറ്റ് നമ്മുടെ ഒരു GDP-യും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തും ഒക്കെ കാണുമ്പോൾ ഈ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഗ്രോത്ത് മാർക്കിംഗ് നമുക്ക് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സാധ്യതകൾ ഗുണകരമായി തന്നെ ഭവിക്കില്ലേ? പക്ഷേ മാത്തൂട്ടി, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് NRE എന്ന വിധത്തിൽ UAE വന്നതിന് ശേഷം 72 മുതലാണ്. ഇന്ന് വരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. കാരണം അന്ന് SIP എന്ന വേർഡ് ഉപയോഗിച്ചിരുന്നില്ല. അന്ന് ഞാൻ തന്നെ ആളുകളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും സ്മോൾ സേവിങ് ആൻഡ് റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ഹാബിറ്റ് ആക്കണം എന്നാണ് ആളുകളോട് പറഞ്ഞത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്ലാന് പിന്നീട് ആ പദം പിന്നീടാണ് ഉണ്ടായത് എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വരെ ദോഷം പറ്റിയതായിട്ട്. ഇപ്പോൾ ഈ $5,000 നമ്മൾ നമ്മൾ ആരംഭത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാം. അതിന് 5,000 വേണമെന്നില്ല. 1000-ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മിനിമം 1000 വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്തെങ്കിലും ഒരു ലോക്കിൻ പീരീഡ് വല്ലതും ഉണ്ടോ ഇതിന്? ലോക്കിൻ പീരീഡ് ഇല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് സമയത്തും വിഡ്രോ ചെയ്യാം. മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് വിഡ്രോ ചെയ്യാം. NAV അനുസരിച്ച് കിട്ടും. അതാണ്. അപ്പോൾ അങ്ങനെ കിട്ടും. അതിൽ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ 1994 റിലയൻസ് മ്യൂച്വൽ ഫണ്ട് ഇറക്കിയത്. ഇപ്പോൾ അതിൻ്റെ പേര് നിപ്പോൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ റിലയൻസ് ഗ്രോത്ത് ഫണ്ട് എന്നുള്ള ആ ഫണ്ട് ഇന്ന് അതിൻ്റെ NAV 4000-ൽ കൂടെ 10 റുപ്യ ഉണ്ടായിരുന്നു. എത്ര % കൂടിയിരിക്കുന്നല്ല? അതാണ് നോക്കുന്നത്. 400 ഇരട്ടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിലുണ്ട്. ധാരാളം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. എല്ലാ ഫണ്ട് ഹൗസിനും 45ഓളം ഫണ്ട് ഹൗസുകളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫണ്ടുകൾ പലതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ലംസം പണം കയ്യിലുണ്ടെങ്കിൽ അവർ മാർക്കറ്റ് താഴാനുള്ള അവസരം കാത്തിരിക്കും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. മുൻകാലങ്ങളിൽ അതൊന്നും ചെയ്തിരുന്നില്ല ആളുകൾ. ഇപ്പോൾ അതെല്ലാം പഠിച്ചതിൻ്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളാണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അതെ. എന്നതുപോലെ തന്നെ SIP ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ പോലും കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാവരും ഒരു SIP ചെയ്തിരിക്കും. അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വീട് വെക്കണം എന്നുള്ള പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്ര ചെയ്യുന്നു എന്നുള്ള കാൽക്കുലേഷനിലാണ് ആളുകൾ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും, ചില ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്
റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് 18 വയസ്സാകുമ്പോൾ അവർക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്നു. ആ ചെയ്യുന്നത് ചിലർ വളരെ വൈകിട്ട് മനസ്സിലായപ്പോൾ കൂടുതൽ എമൗണ്ട് വെച്ച് ചെയ്യുന്നു. പക്ഷേ 10,000 വെച്ച് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ 4/1 25,000 വെച്ചിട്ട് ചെയ്ത ആളുകൾക്ക് ലേറ്റായിട്ട് ചെയ്തവർക്ക് കിട്ടുന്നത്. അപ്പോൾ കാലഘട്ടത്തിനാണ് പ്രാധാന്യം, എമൗണ്ടിനല്ല, സമയമാണ് പ്രാധാന്യം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു 10 വർഷത്തിന് ശേഷം ഒരു വീട് വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആയിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ മലയാളിക്കൊരു രീതി, ഞാൻ ഉൾപ്പെടെ അല്ലെ പലർക്കും ഉള്ള രീതി എന്ന് പറയുന്നത്, നമ്മൾ ക്യാഷ് ബാങ്കിലിട്ട് FD ഇട്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞ് വീട് വെക്കണമെങ്കിൽ ആ 10 കൊല്ലത്തെ ഇൻട്രസ്റ്റും കൂടെ കൂടി നമുക്ക് വലിയൊരു എമൗണ്ട് വരും. പക്ഷേ അവർ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഇൻഫ്ലേഷൻ മറന്നു പോകും. അപ്പോൾ ഡോളറിന് 10 കൊല്ലം മുമ്പേ എത്ര ആയിരുന്നു വില? ഇപ്പോൾ 92 ആയി അല്ലേ? ഇന്ന് 50 ലക്ഷം ഉറുപ്പികയ്ക്ക് തീർക്കാവുന്ന ഒരു വീട് ഒരു 30 വർഷം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 6 കോടി ഉറുപ്പിക വേണം ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന നമ്മളെല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫ്ലേഷനേക്കാൾ കൂടുതലുള്ളതായിരിക്കണം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പലപ്പോഴും ഈവൻ 20% എല്ലാം കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ഇൻഫ്ലേഷൻ, നമ്മൾ അനുഭവത്തിലുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 9% വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അതിൽ കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷനും ബാങ്ക് ഇൻട്രസ്റ്റും കൂട്ടിയാലും അതിൽ കൂടുതൽ ഈ 20% എന്ന് പറയുമ്പോൾ വരുന്നുണ്ടോ? അതെ. ബാങ്ക് ഇൻട്രസ്റ്റ് 6.5%, 7% ഒക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത്. അതിനേക്കാൾ എത്രയോ കൂടുതൽ റിട്ടേൺ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? നമ്മൾ ലാസ്റ്റ് ഡേറ്റ് 13th ഫെബ്രുവരിയാണ്. പക്ഷേ 12th തന്നെ ക്ലോസ് ചെയ്യും. ഇപ്പം ഞാൻ മുമ്പേ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ആയിരിക്കും അക്കൗണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ദർഹമായിരിക്കും, അങ്ങേക്ക് വേണ്ടത് ഡോളറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതിന് ഡോളറിന് ഒരു ഭാഗ്യത്തിന് ഡോളറും UAE ദർഹം ഫിക്സഡ് ആണ്. അപ്പോൾ ആ റേറ്റിൽ ദർഹത്തിൽ ചെക്ക് മേടിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, US ഡോളറിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എമിറേറ്റ്സ് എംബഡിയിലുണ്ട്. അപ്പോൾ അതിൽ നേരിട്ട് ഫണ്ടിലേക്കാണ് ചെല്ലുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. അങ്ങനെ അപ്പം US ഡോളർ അക്കൗണ്ട് വേണമെന്നില്ല, നമുക്ക് US ഡോളർ കറൻസി വാങ്ങിക്കണമെന്നില്ല. നമ്മുടെ ദർഹം അക്കൗണ്ടിലെ ചെക്ക് തന്നാൽ അത് ഇക്വലൻ്റ് എമൗണ്ട് 3.67 ആ എക്സ്ചേഞ്ച് റേറ്റിലുള്ള ദർഹം തന്നാൽ അത്ര 5,000 അല്ലേ ഡെപ്പോസിറ്റ് ആവും, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്നിപ്പോൾ സാധാരണ ശ്രീ KV ഷംസുദ്ദീൻ എന്നും വന്ന് നമുക്ക് കുറച്ച് അഡ്വൈസൊക്കെ തരാറുണ്ട്. നമ്മൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം, നല്ല ഭാവിയെപ്പറ്റി ഉത്സുകരായിരിക്കണം, ശ്രദ്ധ വേണം, നമ്മുടെ ക്യാഷ് എങ്ങനെ ഉപയോഗിക്കണം. ഞങ്ങൾ ഇവിടെ ടാഗ് ലൈൻ എഴുതി വെക്കുന്നത് തന്നെ നമ്മുടെ സമ്പാദ്യം, പ്രവാസികൾ സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതേപ്പറ്റി അദ്ദേഹം ഇവിടെ ഈ TV-യിൽ ഞാനിവിടെ ഈ TV-യുടെ ഭാഗമാകുന്നതിന് മുമ്പ് തൊട്ടേ അദ്ദേഹം ഇത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏകദേശം 2008 മുതൽ നമ്മുടെ TV-യിൽ ഇത് 17ാമത്തെ വർഷമാണ് ശ്രീ KV ഷംസുദ്ദീൻ NTV-യുടെ ഈ വേദിയിലൂടെ, നേരത്തെ ലൈഫ് ലൈൻ എന്നൊറ്റമായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ ആ പ്രോഗ്രാമിലൂടെ ഇപ്പം യോ മണി എന്നുള്ള പ്രോഗ്രാമിലൂടെ നമ്മളോട് നിസ്വാർത്ഥമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പുള്ളിയുടെ അഡ്വൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നല്ല ഒരു രീതിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്നത് പുതിയൊരു US ഡോളറിൻ്റെ ഫണ്ടുമായിട്ടാണ്. അത് UAE നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളുമായി കണക്റ്റഡാണ്. 25 വർഷത്തെ അദ്ദേഹത്തിൻ്റെയും ജിയോജിത്തിൻ്റെയും ഷെയർ മാർക്കറ്റിലെ ക്രെഡിബിലിറ്റി ഈ ഫണ്ടിൻ്റെ പുറകിലുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിക്കാം. ഞങ്ങളെ വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ 2 ദിവസം കൂടെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ശ്രീ KV ഷംസുദ്ദീൻ, എന്തായാലും അങ്ങ് നടത്തുന്ന ഇതിപ്പം അങ്ങ് 50 വർഷത്തിൽ കൂടുതലായി ഇവിടെ. അങ്ങ് ഈ 55 വർഷമായി. ഇപ്പോൾ പ്രവാസികൾ, ഒരുപാട് ആൾക്കാർ പ്രവാസികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഡ്യൂ ക്രെഡിറ്റും അൺഡ്യൂ ക്രെഡിറ്റും ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു, എന്നാലും അത് നമ്മുടെ ഇവിടുത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പക്ഷെങ്കിൽ അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു പേരാണ് ശ്രീ KV ഷംസുദ്ദീൻ്റെ. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങയുടെ പരസ്യം പോലും നോട്ട് ബൈ സെല്ലിങ് ബൈ ടെല്ലിങ് എന്നാണ് പരസ്യം തന്നെ. സംസാരിക്കുന്നതിലൂടെയാണ്, അല്ലാതെ വിൽക്കുന്നതിലൂടെയല്ല നിങ്ങളെ അദ്ദേഹം ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഫണ്ടിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ജ്യോജിത് എന്ന് പറയുന്ന ഷെയർ കമ്പനിയുടേതും കമ്പനിയുടെ ഒക്കെ ക്രെഡിബിലിറ്റി ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒക്കെ തന്നെ ഇന്ന് അതിൻ്റെ ഷെയർ വാല്യൂ എത്രയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 80 ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ₹1 ഷെയറാണ്. ₹1 ഷെയറിന് ₹80 ആയിട്ടുണ്ട്. മാത്രമല്ല 2 ബോണസ് കൊടുക്കുന്ന അത്ര ഏറ്റവും നല്ല നിഫ്റ്റിയിലും വെറും 10,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 40,000 ഷെയർ 10,000. അപ്പോൾ 40,000 × 80 അത്രയാണ് ഇന്നത്തെ വാല്യൂ ഉള്ളത്. അപ്പോൾ അത് കുറഞ്ഞ സംഖ്യയല്ല. അതാ 82 lakhs ആണ്. അപ്പോൾ അത്തരം ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഒരു പുതിയ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഇന്ന് 10 ഡേറ്റ്. 2 ദിവസത്തിനകം അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലോ എന്നെയോ ഞങ്ങളുടെ കമ്പനിയിലോ ഒക്കെ വിളിച്ചാൽ, ഈ നമ്പറിലൊക്കെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ തരാം. എന്തായാലും ശ്രീ കെ വി ശംസുദ്ദീൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ സന്തോഷം. നേരിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതല്ല, നമ്മുടെ ഒരു വേവ് ലെങ്ത് എപ്പോഴും ഒരുപോലെ. ഞാൻ ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അങ്ങയുടെ ഈ പ്രവാസി ബന്ധു എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രവാസി ബന്ധു ഇത്രയും കാലം ഈ 55 വർഷം പ്രവാസികളെ നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ചങ്കിനോട് ചേർത്ത് വെച്ച ഒരു ബന്ധുവാണ് ശ്രീ കെ വിഷ്ണു. എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ 13-14 കൊല്ലമായിട്ട് വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ടി വിയിൽ എന്നും അദ്ദേഹത്തിൻ്റെ പരസ്യം മാത്രമാണ് ഞങ്ങൾക്ക് തുടക്കം മുതൽ. ആ പരസ്യം വന്നുകൊണ്ട് പറയുന്നതല്ല, അന്ന് മുതൽ ഇന്ന് വരെ ബ്രേക്ക് ആകാതെ പോകുന്ന ഏക പരസ്യം ശ്രീ ഷംസുദ്ദീൻ്റെയാണ്. അത് പേഴ്സണൽ ബന്ധത്തിലെയാണ്, പേഴ്സണൽ ബന്ധങ്ങളുടെ ഗാഢതയുമാണ് അത് കാണിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനും ഇവിടുന്ന് ഈ ടി വിയിൽ നിന്ന് ധാരാളം ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ആയിട്ടുണ്ട്. ഇതൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. പ്രേക്ഷകരാണ് എപ്പോഴും, പ്രവാസികളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ 158ാമത്തെ സെമിനാറായിരുന്നു സൗദിയിൽ എന്നിവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളോട് എല്ലായിടത്തും പോയി നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് തരത്തിൽ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യാൻ സമ്പത്ത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗൾഫിൻ്റെ പല പ്രദേശത്തും നടന്ന് നിസ്വാർത്ഥമായി ആൾക്കാരെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഫണ്ടിനും തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യത്തിലേറെ സപ്പോർട്ട് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്തായാലും അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. ഞാൻ ശ്രമിക്കാം നമുക്ക് ഒന്നിച്ച് വർത്തമാനം പറയാനായിട്ട്. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി.